ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്ലൗസ് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം ബ്ലൗസ് 42 ഇഞ്ച് ചെസ്റ്റ് വണ്ണുള്ള ബ്ലൗസിൻ്റെ അളവാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റിൽ തുണി വണ്ണത്തിനനുസരിച്ച് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താഴെ ലെവലാക്കാൻ ഒരു വര വരച്ചു കൊടുത്ത്, പിന്നെ അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പിൻ്റെ വര വരച്ചു കൊടുക്കുന്നുണ്ട് 1/2 ഇഞ്ച് വിട്ടിട്ട്. ഇനി നമുക്ക് ലെങ്ത്താണ് നോക്കേണ്ടത്. അപ്പോൾ ലെങ്ത്ത് 14.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ നീളമാണ് നോക്കേണ്ടത്. ഷോൾഡർ 6 ഇഞ്ചാണ്. ഷോൾഡർ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ നീളം 7 ഇഞ്ചാണ് അളവിലുള്ളത്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും അതിനെ ഒരു സ്ക്വയറാക്കി വരച്ചു കൊടുക്കാം. നമുക്ക് താഴെയിലും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കാം. 40, 42, 44 ഇഞ്ചിന് 6 ഇഞ്ചാണ് ഷോൾഡർ വരിക കേട്ടോ. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കണം. ഇത് റൗണ്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കോർണറിൽ 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് കർവ് സ്കെയിൽ വെച്ചിട്ട് രണ്ട് ഭാഗത്തെ ജോയിൻറ്റിലും അളവും ഈ സ്കെയിലിൻ്റെ 2 ഭാഗവും ടച്ച് ചെയ്യണം കേട്ടോ. ആ നടുക്കത്തെ നമ്മൾ മാർക്ക് ചെയ്ത് അതിലേക്കൂടി റൗണ്ടിൽ വരച്ചു കൊടുക്കാം. എളുപ്പമാണ് കണ്ടോ. ഇത് ആയി. നെക്കിൻ്റെ മാർക്ക് എളുപ്പത്തിലായി. നമുക്ക് ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെയും അളവ് കാണണം. അതിന് മുന്നേ നമുക്ക് താഴെ വേസ്റ്റ് വണ്ണം കൊടുക്കാം. അത് 9 ഇഞ്ചാണ് വരുന്നത്. പിന്നെ 1 ഇഞ്ച് താഴെയിലുള്ള ഡാട്ട് അടിക്കാനുള്ള 1 ഇഞ്ചും കൂടി, അങ്ങനെ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കണം. താഴെയിലുള്ള തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുക്കണം. ഇതിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇത് ബോഡി മെഷർമെൻ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആം ഹോളിൻ്റെ വണ്ണം നോക്കാം. അപ്പോൾ ആം ഹോളിന് ഷോൾഡറിൻ്റെ അതുപോലെ 6 ഇഞ്ചാണ് ആം ഹോളിൻ്റെ അളവ് കൊടുക്കുന്നത്. ഇത്തിരി വണ്ണമുള്ള ആളാണ്, അതുകൊണ്ട് ആം ഹോളിന് 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് വണ്ണം 42 ഇഞ്ചിൻ്റെ 1/4 ഭാഗം 10.5 ആണല്ലോ, അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇത് സ്ക്വയറായി വരച്ചു കൊടുക്കുക. ഇവിടെ 6 ഇഞ്ച് കറക്റ്റായിട്ട് ഉണ്ടാവണം കേട്ടോ. അത് ഇത്തിരി അങ്ങോട്ടായിപ്പോയി, അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ടാക്കുന്നുണ്ട്. 6 ഇഞ്ച് ഷോൾഡറിൻ്റെ അതേ 6 ഇഞ്ച് തന്നെ ഇപ്പുറത്തേക്കും വരച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചിൻ്റെ മാറ്റം വന്നുപോയി, 1/4 ഇഞ്ച്. അപ്പം ഇതാ കറക്റ്റായിട്ട് ഉണ്ട്. ഇനി നമുക്ക് കോർണറിൽ 1.5 ഇഞ്ച്, 1.5 1/4 ഇഞ്ച് അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് കർവ് സ്കെയിൽ വെച്ചിട്ട് 2 ഭാഗവും കഴുത്തിന് ചെയ്തതുപോലെ തന്നെ ആ 2 ഭാഗവും അതിന് ടച്ച് ചെയ്യണം കേട്ടോ. പിന്നെ ആ നടുക്ക് പോയിൻ്റ് ഇട്ടിട്ടില്ലേ, അതും അതിന് ടച്ച് ചെയ്തിട്ട് റൗണ്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടിൻ്റെ അളവ്. ഇനി നമുക്ക് ഇവിടെ ഡാട്ട് അടിക്കാനുള്ള പോയിൻ്റ് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. 2 ഭാഗവും 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇത് യോജിപ്പിച്ച് കൊടുക്കാം.
ഇത്രയാണ് ബാക്ക് പാർട്ടിൻ്റെ അളവുള്ളത്. ഈസി ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ അളവ് കേട്ടോ. ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ബാക്ക് പാർട്ട് എളുപ്പത്തിലായില്ലേ? ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല ലെവലാക്കി ഒരു പോയിൻ്റ് ഷോൾഡർ ചെരിച്ച് കട്ട് ചെയ്തിടണം കേട്ടോ. ഒരു പോയിൻ്റ് ചെരിച്ച് കട്ട് ചെയ്യുക. നല്ല ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ബ്ലൗസ് സാരി പീസ് ആയതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കത്രിക്ക് കൊളുത്തി പോകുന്നത്, അതുകൊണ്ടാണ്. അതിൻ്റെ തുണി ഇതങ്ങനത്തെ തുണിയാണ്, അതാണ്. ഇനി നമുക്ക് താഴേൽ ഡാട്ട് അടിക്കാൻ വെച്ചെടുത്ത് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അടുത്ത് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ അടുത്ത് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ബാക്ക് പാർട്ടിൻ്റെ അളവ്. ഓക്കെ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി നേരെ തിരിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുക കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ഭാഗമാക്കിയിട്ട് വെക്കുക. നേരത്തെ വെച്ചിട്ട് നേരെ തിരിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് മാർക്ക് ചെയ്ത് കൊടുക്കും. ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് അവിടെ 1/2 ഇഞ്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഊക്കിൻ്റെയും ലിപ്സിൻ്റെയും പടി വെക്കാനുള്ളതാണ് 1/2 ഇഞ്ച്. ഇനി നമുക്ക് നെക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ചാണ് നെക്ക് വരുന്നത്. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് കഴുത്ത് 2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് നിപ്പിൾ പോയിൻ്റാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അതിന് 10.5 ഇഞ്ചാണ് കേട്ടോ. 10.5 ഇഞ്ചാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഇഞ്ച് നിപ്പിൾ പോയിൻ്റ് അടയാളപ്പെടുത്തിയില്ല 10.5 ഇഞ്ചിൻ്റെ, അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഊക്ക് വെക്കുന്നിടത്തെ പടിക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് മുകളിലോട്ട് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നിപ്പിൾ പോയിൻറ്റിൻ്റെ മാർക്കും ചെയ്ത് കൊടുക്കാം. നമുക്ക് സൈഡ് ഭാഗത്തും 2 ഇഞ്ച് മാർക്ക് ചരിച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ 10.5 എന്നുള്ളതാണ് ചരിച്ചിട്ട് ആക്കി കൊടുക്കുന്ന ഇത് കേട്ടോ. നമുക്ക് നിപ്പിൾ പോയിൻറ്റിൻ്റെ ഡാട്ട് അടിക്കാനുള്ള പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അത് 3 ഇഞ്ചാണ് അവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 1.5 ഇഞ്ച് രണ്ട് ഭാഗത്തും ഡാട്ട് പിടിക്കാനുള്ള 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അത് നമുക്ക് വരച്ച് കൊടുക്കാം, അല്ല യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്ക്വയർ ആക്കിയിട്ട് കോൺ ഭാഗമാക്കിയിട്ട് ഉണ്ടാവുക. അത്രയും താഴേൽ വിഴുത്ത് വേണ്ടവർക്ക് മാത്രം. ഇനി സൈഡിലത്തെ മാർക്കും അടയാളപ്പെടുത്തി കൊടുക്കുക. 2 ഇഞ്ച് ഡിഫറൻറ്റിൽ അവിടുത്തെ ഇതും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഊക്കിൻ്റെയും ലിപ്സിൻ്റെയും പടീൻ്റെ അടുത്തുള്ള മാർക്കാണ് അത് കാണിച്ചത്, അവിടെ ഡാട്ട് പിടിക്കാനുള്ളത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തു. ഷോൾഡർ ആം ഹോളിൻ്റെ അത് ഫ്രണ്ടിൻ്റെ അത് മാർക്ക് ചെയ്ത് വെച്ച് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അത് കുഴിച്ച് വെട്ടണം കേട്ടോ. ഫ്രണ്ട് ഇത് സൈഡ് ഭാഗം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കണം. അതിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്. എന്നിട്ട് വേണം ഇനി ആം ഹോളിൻ്റെ അടുത്തുള്ള ഡാട്ട് അടിക്കാനുള്ള മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെസ്റ്റ് വണ്ണം 10.5 ആണെന്നല്ലോ പറഞ്ഞാൽ അതവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് 3 ഇഞ്ച് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അത് നിപ്പിൾ പോയിൻറ്റിലേക്ക് 1.5 ഇഞ്ച് ഡിഫറൻറ്റിൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സൈഡിലത്തെ ഡാട്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇത്രയാണ് ഫ്രണ്ടിലത്തെ ടക്കടിക്കാനുള്ള ഇത്, കണ്ടില്ലേ? ഓക്കെ, ഫ്രണ്ടും ലെവലായി. ഇനി നമുക്ക് സ്ലീവിൻ്റെതാണ്. സ്ലീവ് ഫുൾ കൈയാണ്, 17 ഇഞ്ചാണ് ഇത് എടുക്കുന്നത്. 3/4 ഫുള്ളല്ല 3/4 ആണ്. അപ്പോൾ 17 ഇഞ്ചിൻ്റെ 3 ഇഞ്ച് കുറച്ചിട്ട് 14 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക.
ആം ഹോളിൻ്റെ അടുത്ത് അത് രണ്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി താഴത്തെ വണ്ണം നോക്കണം. താഴയിൽ 5 ഇഞ്ചാണ് താഴെയുള്ളത്, അതിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ചെരിച്ച് വെട്ടി കൊടുക്കാം. ഇത് കൈയിൻ്റെ ചെരിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് 5 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കാണ് കേട്ടോ. ലെവലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിവിടെ കുഴിച്ച് വെട്ടി കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് 2 ഇഞ്ച് മാറ്റി അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആം ഹോളിൻ്റെ അടുക്കുന്ന കുഴിച്ച് വെട്ടി കൊടുക്കാനാണ് കേട്ടോ. ഇത് നിവർത്തി വെച്ച് കൊടുത്തിട്ട് കുഴിച്ച് വെട്ടി കൊടുക്കുക. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അടുത്ത വരെ മതി കേട്ടോ. ലെവലാക്കിയിട്ട് ഇതേ കണ്ടില്ലേ, ഇങ്ങനെ കുഴിച്ച് വെട്ടി കൊടുക്കുക. സ്ലീവ് ബ്ലൗസിൽ കട്ടിങ് എളുപ്പത്തിലായില്ലേ? എത്ര പെട്ടെന്ന് ബ്ലൗസ് കട്ടിങ് ആയി കണ്ടില്ലേ. സ്ലീവ് 3/4 കേട്ടോ. ഇതേ കുഴിച്ച് വെട്ടി കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ബ്ലൗസിൻ്റെ താഴെ കട്ട് ബാൻഡിൻ്റെ പട്ട ആണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബോഡി കട്ട് ചെയ്തതിൻ്റെ അടുത്തുള്ള പീസ് തന്നെയാണ് എടുക്കുന്നത്, അതേ ഷേപ്പിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബോഡീൻ്റെ മെഷർമെൻറ്റ് ബോഡി ഇല്ലേ, നമ്മൾ ബാക്ക് കട്ട് ചെയ്തിട്ടില്ലേ, അതിൻ്റെ വണ്ണം പിടിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് 3 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കുക കേട്ടോ. 3 ഇഞ്ച് നമുക്ക് ഡാട്ട് അടിക്കാനുള്ളതാണ്. ആ 3 ഇഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു 3.5-4 ഇഞ്ച് വെക്കാം. വീതി നീളമുള്ളവർക്കാണെങ്കിൽ 4 ഇഞ്ച് വെക്കാം, അല്ലാത്തവർക്ക് 3.5 ഇഞ്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ കട്ട് ബാൻഡിൻ്റെ പട്ട മുറിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ നമുക്ക് ഡാട്ട് അടിക്കാനുള്ളത് വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ മാർക്ക് ചെയ്ത്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും കമൻ്റ് ഇടുക. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.